ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട്ലേറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ഉരുളക്കിഴങ്ങ് വേണം ആദ്യം തന്നെ. അത് ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്? എന്താ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നത് ഉരുളക്കിഴങ്ങ്? പിന്നെയോ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചിട്ടേക്കുന്നത്. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ സവാള, ഉള്ളി, പച്ചമുളക്, ബ്രെഡ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇടാം. അതും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ കട്ട്ലേറ്റിൽ ആകെ മസാലയായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ഗരം മസാല മാത്രമാണ്. വേറെ ഒന്നും നമ്മൾ ചേർക്കാറില്ല. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാല റെഡി. ഇങ്ങനെ ചോറ് എന്നിട്ടതിങ്ങനെ ഇങ്ങനെ പരത്താം. വെരി ഗുഡ്. ഇടച്ച ഒത്തിരി പരത്തണ്ട. അതിന് ഏത് കട്ട്ലേറ്റ് ഇഷ്ടം? ബീഫാണോ ചിക്കനാണോ ഏതിഷ്ടം? ചിക്കൻ. നിങ്ങളേതുണ്ടാക്കണേ? ചിക്കൻ ബനാന. ഇനിയിപ്പോൾ എന്താ, നേരെ ഇത് നമ്മളുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ട് നേരെ പൊരിച്ചെടുക്കുക. ഇത് ലാസ്റ്റ് 3 മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയത്. ബാക്കിയെല്ലാം ആയിരുന്നു.